ഹലോ, നമ്മൾ ചെറിയൊരു റൂട്ടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മോളവർക്ക് പുറത്തെല്ലാം ഇറങ്ങി നല്ല കാഴ്ചയെല്ലാം കണ്ട് പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ ഇടത്തിനപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ രാവിലെ തന്നെ ചായയും കുടിച്ചു. ചായയും ബ്രെഡ് വാട്ടിയായിരുന്നു. അങ്ങനെ അതും കുടിക്കാതെ കഴിച്ചപ്പോൾ ദോശയുണ്ട്, ഇടത്തി വന്ന് ചുടുന്നു. അത് കഴിച്ചിട്ട് പോകുന്നതായിരുന്നു. അവർക്ക് കാല് തീരെ സുഖമില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ ദോശ ചുട്ട് അത് തിന്നു. നല്ല മസാല ദോശയും ചട്നിയാണ്. മോൾ എണീറ്റായിരുന്നു. മറ്റേ മോൾ ഉറങ്ങുമ്പോൾ ഞാൻ ചെറിയൊരു പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ പണിയൊന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ആകെ 3 മാസമായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അല്ലറ ചില്ലറ പണികളെടുക്കൂ. എൻ്റെ അമ്മ ഇവിടെ ഇല്ല. അപ്പോൾ ഉമ്മനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പണിയെല്ലാം എടുത്തു നോക്കൂ, എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട്. അങ്ങനെ മോള് സ്കൂൾ ബസ്സിനായി മുടിയെല്ലാം കെട്ടിക്കൊടുത്തു. സ്കൂളിൽ പോകാൻ കുറച്ചൊരു മടിയാണ് അവൾക്ക്. നല്ലൊരു പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്തൊരു മടിയാണ് സ്കൂളിൽ പോകാൻ. അങ്ങനെ വണ്ടി വന്ന് അവൾ ഉമ്മ കൊണ്ടായി കൊടുക്കാണ്. ബസ്സിൻ്റെ ഓട് ഇങ്ങനെ അടി കേൾക്കുന്നുണ്ട്. അതിനെ പോയി ഇടത്തിപ്പോയി സങ്കടമാണ് ഇവിടെ ഒരാൾക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മോൾ എണീക്കുന്നതിന് മുമ്പ് പണിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ജലദോഷം പിടിച്ചായിരുന്നു. അങ്ങനെ ജലദോഷം പിടിച്ച് ബാധിക്കൽ ഇങ്ങനെ കുറച്ച് നേരം കുത്തിരുന്നി. അപ്പോൾ ബാക്കി കുത്തിനൊക്കെ എന്തോ വിശപ്പ് തോന്നിയിട്ട് ബേസെല്ലാം എടുത്ത് കഴിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അടിച്ചു വാരാൻ പോയി. അടിച്ചു വാരുമ്പോണ്ട് മോൾ എണീച്ചെന്ന് തോന്നുന്നു. അവിടെ ഇടത്തി ഉണ്ട്, അവളെ നോക്കുന്നു. അവൾ എണീച്ചാൽ പിന്നെ ബഹളമായിരിക്കും. ഇടത്തി അവളെ നോക്കുന്നുണ്ട്. പിന്നെ അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിപ്പിച്ച് വന്നു. അവൾക്ക് തേക്കുന്ന ക്രീമാണ് ഡെർമാഡ്യൂവിൻ്റെ ക്രീമാണ്. അടിപൊളി ക്രീമാണ്, നല്ല റിസൾട്ട് കിട്ടിയ ക്രീമാണ്. ഇതാ ക്രീം. നല്ല കോസ്റ്റ്യൂമാണിത്. അങ്ങനെ അവൾ കുളിച്ച് ഒരുങ്ങി മരുന്ന് കൊടുത്തു. അവൾക്ക് ജലദോഷം പിടിച്ചായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ചോറും അടുപ്പത്ത് വെച്ച് വേവ് നോക്കുകയാണ്. എനിക്ക് അങ്ങനെ ചില്ലറ അറിയില്ല, എന്നാലും നോക്കും. ചോറുമായി കറിയുമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചക്ക് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആറ്റസിൻ്റെ ആയുർവേദ നെയ്യാണ് തേക്കുന്നത്. എനിക്കിത് തേച്ച് നല്ല റിസൾട്ട് കിട്ടിയേക്കാം. അങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ആപ്പിൾ തിന്നാന്ന് വിചാരിച്ച് മോളവിടെ കളിക്കുന്നുണ്ട്. സംസം വെള്ളം കുടിച്ച് കയനൂർ കൊണ്ടാന്നിരുന്നു. പിന്നെ നമ്മൾ കുഞ്ഞായിട്ട് കുറച്ചൊരു എൻജോയ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉച്ചക്ക് ഒരുപാട് സമയം ഉമ്മ വന്ന് ചോറ് വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ നേരെ ചോറ് വയ്ച്ച്. പിന്നെ കുറിയർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറിയർ കൊണ്ടുവന്നു. അതൊക്കെ ഓരോന്നായി ഇങ്ങനെ പൊളിച്ച് നോക്കാം. നല്ലൊരു പ്രൊഡക്റ്റ്സാണ്. മീഷോ എന്നാണ് വാങ്ങൽ. നല്ലൊരു വില കുറവാണ്. ഇത് ചെറിയൊരു കുട്ടി ഉടുപ്പാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ചെറിയ പൈസയുള്ളൂ, 170 റുപ്യയുള്ളൂ. ചെറിയ നല്ല ഉടുപ്പുണ്ട്. പിന്നെ വൈപ്പും പിന്നെ ഇടത്തിൻ്റെ മൂക്കും 3 ഡ്രസ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നല്ല വില കുറവുള്ള സാധനം. നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നോക്കൊന്നിട്ട് കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോൾ മുട്ടായെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ പഴം പൊരിക്കുകയാണ്. പഴം പൊരിച്ചും ചായയും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കുടിക്കുന്നത് നമുക്ക് ശീലമുള്ളത് നല്ല രസമായിരിക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിക്കലും ഒത്തൊരുമിച്ച് കിസ്സൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരിക്കും. അങ്ങനെ നമ്മുടെ കുഞ്ഞു ചാനൽ ഇഷ്ടമായിക്കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടമായിക്കൂടെ ലൈക്ക് ആൻഡ്